ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LIC പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു സിംഗിൾ പ്രീമിയം പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രൊഡക്റ്റിൻ്റെ പേര് നവജീവൻ ശ്രീ, അതായത് ടേബിൾ നമ്പർ 911 ഇതിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് 4th ജൂലൈ 2025. ഇത് ലോഞ്ച് ചെയ്ത ഡേറ്റ് ജൂലൈ ആണെങ്കിൽ ഈ പ്രൊഡക്റ്റ് നമ്മളുടെ മറ്റ് LICയുടെ പ്രൊഡക്റ്റുകളുള്ള പോലെ എന്ന് വരെ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. അതായത് 31st മാർച്ച് 2026 വരെയാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതായത് ക്ലോസ് എൻഡഡ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് LIC ചില പ്ലാനുകൾ ഇറക്കും. അങ്ങനെ ഒരു പ്ലാനാണിത്. ചില പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്നാന്ന് നമുക്കറിയില്ല. അതെപ്പോൾ LIC ക്ലോസ് ചെയ്യണം അപ്പോഴാണ്. പക്ഷേ ഇതിൻ്റെ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 31st മാർച്ച് 2026 വരെയാണ് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കുള്ളൂ. ഈ പ്രൊഡക്റ്റിൽ നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ LICയുടെ ബോണസ് അല്ല, ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ആണ്. അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പോളിസി മെച്യൂർ ആകുമ്പോൾ എത്ര എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളത്, അതായത് ഒരു FD ഇടുമ്പോൾ അതിൻ്റെ റേറ്റ് എഴുതി ഇത്ര എമൗണ്ട് തിരിച്ച് മെച്യൂരിറ്റിക്ക് ഇത്ര എമൗണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഈ പ്രൊഡക്റ്റിലും മെച്യൂരിറ്റിക്ക് എത്രയാണ് കിട്ടുന്നത് എന്ന് കറക്റ്റായിട്ട് നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും. അതിൽ ₹1 പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരില്ല. ഇതിൽ ഞാൻ പറഞ്ഞു നമ്മൾക്ക് LICയുടെ ബോണസ് അല്ല, ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ആണെന്ന് പറഞ്ഞു. അത് കിട്ടുന്നത് സമ്മഷ്വേഡിന് 1000 സമ്മഷ്വേഡിന് ₹85 ഗ്യാരണ്ടി. അപ്പോൾ ഇപ്പോൾ ഒരു 10 lakhs ആണ് നമ്മൾ സമ്മഷ്വേഡ് എടുക്കുന്നതെങ്കിൽ ഓരോ വർഷവും ₹85,000 ഈ പ്ലാനിലേക്ക് ഗ്യാരണ്ടീഡ് അഡീഷനായിട്ട് കയറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഏജ് കുറവുള്ള കുട്ടികളുടെ പേരിലൊക്കെയാണ് ഈ പ്ലാൻ എടുക്കുന്നത് എങ്കിൽ സിംഗിൾ പ്രീമിയം അടയ്ക്കുന്നത് 10 ലക്ഷത്തിനേലും താഴെയായിരിക്കും. പക്ഷെ ഓരോ വർഷവും അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ₹85,000 ആയിരിക്കും. അപ്പോൾ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ അല്ല, സമ്മഷ്വേഡിൻ്റെ ആണ് ₹1000 ₹85 ഗ്യാരണ്ടീഡായിട്ട് കിട്ടുന്നത്. ഈ പ്ലാനിൽ നമുക്ക് സമ്മഷ്വേഡ് ഓൺ ഡെത്ത് സെലക്ട് ചെയ്യാനായിട്ട് 2 ഓപ്ഷനാണുള്ളത്. ഓപ്ഷൻ 1 നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ, അതായത് സിംഗിൾ പ്രീമിയത്തിൻ്റെ 1.25 ടൈംസ് ഇൻഷുറൻസ് കവറേജ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ 10 ടൈംസ് ഇൻഷുറൻസ് കവറേജ് നമുക്ക് സെലക്ട് ചെയ്യാം. അതേതാണോ നമുക്ക് ആവശ്യം അതനുസരിച്ച് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഇനി ഇതിൽ ചേരാവുന്ന മിനിമം ഏജ് 30 ദിവസം പ്രായമായ കുട്ടികൾക്ക് മുതൽ ഇതിൽ ജോയിൻ ചെയ്യാം. 60 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ, അതായത് മിനിമം ഏജ് 30 ദിവസവും മാക്സിമം ഏജ് 60 വയസ്സുമാണ്. അതിൽ ഇത് ഓപ്ഷൻ 1 ഓപ്ഷൻ 1 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ 1.25 ടൈംസ് ഇൻഷുറൻസ് കവറേജ് ഡെത്ത് ബെനിഫിറ്റ് എടുക്കുന്ന രീതി ഓപ്ഷനിലാണെങ്കിൽ. ഇനി ഓപ്ഷൻ 2 അതായത് അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ 10 ടൈംസ് ഇൻഷുറൻസ് കവറേജ് എടുക്കുന്നതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ മിനിമം ഏജ് 30 ഡേയ്സ് തന്നെയാണ്. മാക്സിമം ഏജ് 40 years ആണ്. 40 വയസ്സ് വരെയാണ് ആ ഓപ്ഷനിൽ ചേരാവുന്ന മാക്സിമം ഏജ് അറ്റ് എൻട്രി, ജോയിൻ ചെയ്യാവുന്ന പ്രായം. മിനിമം മെച്യൂരിറ്റി ഏജ് വരുന്നത് 18 വയസ്സും മാക്സിമം മെച്യൂരിറ്റി ഏജ് വരുന്നത് ഓപ്ഷൻ 1 75 വയസ്സും ഓപ്ഷൻ 2 60 വയസ്സും. ഓപ്ഷൻ 1, 2 എന്ന് പറയുന്നത് ഡെത്ത് ബെനിഫിറ്റ് നമ്മൾ എത്രയാണോ സെലക്ട് ചെയ്യുന്നത് അതാണ്. ഓപ്ഷൻ 1 1.25 ടൈംസ്, ഓപ്ഷൻ 2 10 ടൈംസ്. ഇതിൽ മിനിമം പോളിസി ടേം വരുന്നത് 5 വർഷമാണ്. മാക്സിമം പോളിസി ടേം വരുന്നത് 20 വർഷം. അതുപോലെ ഇതിൽ മിനിമം സമ്മഷ്വേഡ് വരുന്നത് 1 lakh. മാക്സിമം സമ്മഷ്വേഡിന് ലിമിറ്റ് ഇല്ല. നമ്മളുടെ ഇൻകത്തിനെ ഏജിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അതുപോലെ ഇതിൽ പ്രീമിയം മോഡ് സിംഗിൾ പ്രീമിയം മാത്രമാണ് വരുന്നുള്ളൂ. ഈ പ്ലാനിൽ 2 റൈഡേഴ്സ് അവൈലബിൾ ആണ്. ADDB റൈഡറും ടേം റൈഡറും. ADDB റൈഡർ എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റൽ ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി റൈഡർ. ഈ റൈഡറിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ പോളിസി ടേം കഴിയുന്നത് വരെയോ അല്ലെങ്കിൽ ഈ കസ്റ്റമറുടെ 70 വയസ്സ് എന്നാണോ പൂർത്തിയാവുന്നത്, ഏതാണോ ആദ്യം വരുന്നത് അതുവരെയാണ് ആക്സിഡൻ്റൽ ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി റൈഡറിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. ഈ റൈഡർ അവൈലബിൾ ആയിട്ടുള്ളത്
സം അഷ്വേർഡിൻ്റെ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിന് തന്നെയാണ് മാക്സിമം 1 crore വരെ. അതായത് ബാക്കി പോളിസികളിൽ ADDB റൈഡർ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി മാക്സിമം 1 crore വരെയാണ് ഒരാൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ ടേം റൈഡറും ഇതിൽ അവൈലബിൾ ആണ്. ടേം റൈഡർ സം അഷ്വേർഡിൻ്റെ ഈക്വൽ തന്നെയാണ്, മാക്സിമം 25 lakh. അതായത് 25 lakhനേലും കൂടുതലാണ് സം അഷ്വേർഡ് എടുക്കുന്നതെങ്കിൽ ടേം റൈഡർ 25 lakh ആയിട്ട് ലിമിറ്റ് ചെയ്യും. ഈ പ്ലാൻ ജോയിൻ ചെയ്ത് 3 മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ ഇതിൽ നിന്ന് ലോൺ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ വേണമെങ്കിൽ ഈ പോളിസി സറണ്ടറും ചെയ്യാം. അതുപോലെ ഈ പോളിസിയിൽ ഇൻഷുറൻസ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 വയസ്സോ അതിന് മുകളിലുള്ള കുട്ടികളാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ പോളിസി നമ്പറായി ആ നിമിഷം തുടങ്ങി കവറേജ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പേരിലാണ് ഈ പോളിസി എടുക്കുന്നതെങ്കിൽ ഒന്നുകിൽ പോളിസി ജോയിൻ ചെയ്ത് 2 വർഷം കഴിയുന്നതോ അല്ലെങ്കിൽ 8 വയസ്സ് തികയുന്നതോ ഏതാണോ ആദ്യം വരുന്നത് അന്ന് മുതലായിരിക്കും ഇൻഷുറൻസ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു 2 വയസ്സുള്ള കുട്ടിയുടെ പേരിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ 4 വയസ്സിൽ ഇൻഷുറൻസ് കവറേജ് സ്റ്റാർട്ട് ചെയ്യും. 8 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. 0 ഏജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 2 വയസ്സിൽ കവറേജ് സ്റ്റാർട്ട് ചെയ്യും. അതായത് 2 വർഷമാണോ അല്ലെങ്കിൽ 8 വയസ്സാണോ ഏതാണോ ആദ്യം വരുന്നത് അന്ന് മുതൽ കവറേജ് സ്റ്റാർട്ട് ചെയ്യും. ഒരു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പോളിസിയിൽ കിട്ടുന്നത് സം അഷ്വേർഡ് ഓൺ ഡെത്ത് പ്ലസ് ഗ്യാരണ്ടീഡ് അഡീഷൻ. അതായത് ഡെത്ത് സം അഷ്വേർഡ് നമ്മൾ എത്രയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞു 2 ഓപ്ഷൻ ഉണ്ട്. 1.25 ടൈംസും ഓപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ 10 ടൈംസും ഓപ്റ്റ് ചെയ്യാം. അത് പ്രീമിയം എന്ന് പറഞ്ഞാൽ റൈഡേഴ്സ് ഒന്നും കൂടാതെ ഉള്ള പ്രീമിയത്തിൻ്റെ, റൈഡേഴ്സും GSTയും ഒന്നും ഇല്ലാത്ത പ്രീമിയത്തിൻ്റെയാണ് 10 ടൈംസ് അല്ലെങ്കിൽ 1.25 ടൈംസ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഡെത്ത് സം അഷ്വേർഡ് വരുന്നത്. ആ ഡെത്ത് സം അഷ്വേർഡ് പ്ലസ് ഗ്യാരണ്ടീഡ് അഡീഷൻ, എത്ര വർഷം കഴിഞ്ഞിട്ടാണോ ഒരു ഡെത്ത് സംഭവിക്കണേ അത്രയും വർഷത്തെ ഗ്യാരണ്ടീഡ് അഡീഷൻ. അത് ഞാൻ പറഞ്ഞു 1000 സം അഷ്വേർഡിന് 85 രൂപ വെച്ചിട്ടാണ് ഗ്യാരണ്ടീഡ് അഡീഷൻ ഓരോ വർഷവും അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെത്ത് സം അഷ്വേർഡ് പ്ലസ് ഗ്യാരണ്ടീഡ് അഡീഷൻ, അതാണ് ഒരു ഡെത്ത് സംഭവിച്ചാൽ നോമിനിക്ക് കൊടുക്കുന്ന എമൗണ്ട്. ഇനി മെച്യൂരിറ്റി ആയിട്ടാണ് നമ്മളിത് വാങ്ങിക്കുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്നത് ബേസിക് സം അഷ്വേർഡ് പ്ലസ് ഗ്യാരണ്ടീഡ് അഡീഷൻ. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ബേസിക് സം അഷ്വേർഡും ഡെത്ത് സം അഷ്വേർഡും രണ്ടും രണ്ടായിരിക്കും. ഈ പ്ലാനിൽ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ മെച്യൂരിറ്റി ബെനിഫിറ്റിനാണെങ്കിലും ഡെത്ത് ബെനിഫിറ്റിനാണെങ്കിലും അവൈലബിൾ ആണ്. സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മെച്യൂരിറ്റി ആണെങ്കിലും ഡെത്ത് ആണെങ്കിലും ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ടായിരിക്കും റിട്ടേൺ വരുന്നത്. അപ്പോൾ അതങ്ങനെ ബൾക്ക് എമൗണ്ട് ആയിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അതായത് 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കോ അല്ലെങ്കിൽ 15 വർഷത്തേക്കോ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, അത് ഇയർലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ ഹാഫ് ഇയർലിയോ ക്വാർട്ടർലിയോ മന്ത്ലിയോ എങ്ങനെ വേണമെങ്കിലും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വേണമെങ്കിലും അത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഡെത്തിലാണ് അങ്ങനെ കിട്ടുന്നത് എങ്കിൽ, ഡെത്ത് ബെനിഫിറ്റ് ആണ് അങ്ങനെ കിട്ടേണ്ടത് എങ്കിൽ ഓൾറെഡി ആ കസ്റ്റമർ പോളിസി ജോയിൻ ചെയ്യുന്ന സമയത്ത് അതങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. സെറ്റിൽമെൻറ്റ് ഓപ്ഷനിലാണ് വേണ്ടത് എന്നുള്ളത് ഓപ്ഷൻ ചെയ്തിട്ടുണ്ടാവണം. നോമിനിക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി മെച്യൂരിറ്റിയിൽ നമുക്ക് സെറ്റിൽമെൻറ്റ് ഓപ്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർക്ക് തന്നെ മെച്യൂരിറ്റി കിട്ടുന്നതിന് മുമ്പ് 3 മാസം മുമ്പെങ്കിലും LICനെ അറിയിച്ചാൽ മതി ഇത് സെറ്റിൽമെൻറ്റ് ഓപ്ഷനിലാണ് വേണ്ടത് എങ്കിൽ. അപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബൾക്ക് എമൗണ്ടിനാണ് പോളിസി ജോയിൻ ചെയ്തപ്പോൾ പറയുന്നത് എങ്കിലും മെച്യൂരിറ്റിക്ക് 3 മാസം മുമ്പ് നമ്മൾക്കത് മാറ്റി പറഞ്ഞാലും അത് ആ രീതിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ പ്ലാനിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ആയി എന്ന് വിചാരിക്കണം. ഇനി അപ്ഡേഷൻസ് കിട്ടുന്നതനുസരിച്ച് എക്സാമ്പിളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ നമ്മൾക്ക് ബാങ്കിൽ FD ഇടുന്ന പോലെ തന്നെ ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺ കിട്ടാവുന്ന രീതിയിൽ 5 വർഷം മുതൽ 20 വർഷം വരെ ടേം ഉണ്ട്. ബാങ്കിൽ FD ഒക്കെ നമ്മൾക്ക് അത്രയും ലോങ് ടൈമിലേക്ക് നമ്മൾക്ക് ഇപ്പോൾ ഒരു റേറ്റ് പറഞ്ഞിട്ട് അത്രയും നമുക്ക് കിട്ടില്ല. ഇതിൽ പക്ഷേ 5 വർഷം മുതലും ഉണ്ട്. ഷോർട്ട് ടൈമിലേക്ക് വേണമെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് ഇടാം, ലോങ് ടൈമിലേക്ക് വേണമെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇടാം. ഒരു കുട്ടി ജനിച്ച് 1 മാസം പ്രായമായ കുട്ടിയുടെ പേരിൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 18ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 19ാമത്തെ വയസ്സിലോ 20ാമത്തെ വയസ്സിലോ വേണമെങ്കിൽ
ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ട് ആ കുട്ടിയുടെ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 18ാമത്തെ വയസ്സിൽ നമ്മളൊരു സെറ്റിൽമെൻറ്റ് ഓപ്ഷനായിട്ട് 5 വർഷത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ 18, 19, 20, 21, 22 ഈ വയസ്സുകളിൽ കുട്ടിക്ക് ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഓപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ 10 വർഷം 15 വർഷമൊക്കെ എല്ലാം സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. നല്ല റിട്ടേണും തരുന്നുണ്ട്. അത് ഗ്യാരണ്ടിയാണ്. നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഉറപ്പായിട്ടും എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് കൊട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സർവീസിങ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.